എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ 5:30ക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പുറത്ത് കിളികളുടെ നല്ല ബഹളം. അപ്പോൾ ഞാൻ കതകൊന്ന് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളം. അപ്പോൾ ഇന്ന് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണല്ലോ എഴുന്നേൽക്കുന്നത്. ഇന്നത്തെ പ്രധാന ലക്ഷ്യം കുറച്ച് ചീര ഇങ്ങനെ കിളിച്ച് നിൽപ്പട്ടെ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടുക എന്നുള്ളതാണ് മനസ്സിൽ ഇന്നത്തെ കാര്യം. അതാണ് കേട്ടോ മെയിനായിട്ട് മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് തുടങ്ങണം. നല്ല തുടക്കം പകുതി ചെയ്യുന്നതിന് തുല്യമാണെന്നാണല്ലോ. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം അതാണ്. അപ്പോൾ അത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണെന്ന് ഞാൻ പറയാം. ഇഡ്ഡലി മാവാണ് കേട്ടോ. നല്ലോണം പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. കടല വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടല കുതിർന്നിട്ടുണ്ട്. കടലക്കറിയുടെ ഇഡ്ഡലി പോകുമോ? ദോശയാക്കാം അല്ലേ? എങ്കിൽ ഇന്ന് ദോശ. അതേ ഇഡ്ഡലി വേണോ? നോക്കാം എന്താണോ. ഇഡ്ഡലി തന്നെ ആക്കി. അപ്പോൾ ഇന്ന് അടുക്കളയിൽ ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുൻപ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഈ രാവിലെ എഴുന്നേൽക്കുമ്പം ഭയങ്കര വിഷമം വെച്ചാൽ ഡിപ്രഷൻ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഒരു സന്തോഷമില്ലായ്മ, ഒരു സമാധാനക്കുറവ് പോലെ. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ്, ഞാൻ തലേന്ന് ആലോചിച്ച് വയ്ക്കും നാളെ എന്താണ് പ്രധാനപ്പെട്ട, അതായത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യാം. കുറച്ച് കൃഷി അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ദിവസം ഒരു സെൽഫ് കെയർ ഡേ ആയിട്ട് എടുക്കാം. നമുക്ക് പാക്കുകളൊക്കെ ഇട്ട് ഒരു മാനിക്യൂർ പെഡിക്യൂറൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സുന്ദരിയാക്കി വെക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് ആലോചിച്ച് ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെടി നടുന്ന കാര്യമാണെങ്കിലും അത് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങണമെന്ന് തന്നെ ഇല്ലല്ലോ. അയൽപക്കത്തു നിന്നായാലും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും 1-2 ചെടികളൊക്കെ സംഘടിപ്പിച്ച് അതൊന്ന് നട്ടുപിടിപ്പിച്ച് അതിനെ ഒന്ന് പരിപാലിച്ച് ഒരു ദിവസത്തെ ലക്ഷ്യം അതാവട്ടെ. അങ്ങനെ ഒക്കെ നമ്മളൊന്ന് രാവിലെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് എഴുന്നേറ്റ് നോക്കും. അപ്പോൾ അത് നമ്മളുടെ മനസ്സിൽ തരുന്നൊരു സമാധാനം വളരെ വലുതാണ്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് വീണ്ടും അതാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. എനിക്കിത് വലിയൊരു പ്രശ്നമായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള മാനസികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട്. അത് ഞാൻ മാറ്റിയെടുത്തത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റായ ഏത് ചെറിയ കാര്യവും നമുക്കിതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഓരോ ദിവസം തലേ ദിവസം ഇങ്ങനെ ആലോചിച്ച് വെക്കണം, ഞാൻ നാളെ എന്ത് ചെയ്യും, എനിക്ക് എന്താണ് നാളെ എന്നെ ഹാപ്പി ആക്കുന്ന എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് വയ്ക്കുക. കടല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴുകി നമുക്കിനി ഇത് വേവിക്കാൻ വെക്കാവേ. ഇപ്പോൾ സമയം 6:45. ഇനി ചായ കുടിച്ചിട്ട്, മധുരമില്ലാത്ത ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കണം. അച്യുതൻകുട്ടിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഷടപടിയെന്ന് തീർക്കണം. നമുക്കേ അരി കൂടെ കഴുകി അടുപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. അടുപ്പിലല്ല, കലത്തിലിട്ട് കൊടുക്കാം. അച്യുതന് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി കൊണ്ടുപോയിക്കോളാമെന്ന്. അപ്പം എനിക്ക് ചോറ് വെച്ചിട്ട് താമസിച്ച് വെച്ചാലും മതി. പക്ഷേ ഞാൻ രാവിലെ ജോലി അങ്ങ് തീർക്കാം. കറിവേപ്പില എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. കടല ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചേ ഇതൊന്ന് അരച്ചെടുക്കാവേ. അരി ഇടാൻ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് അരി ഇട്ട് കൊടുക്കാവേ. രാവിലെ ചോറ് വയ്ക്കുന്ന ജോലി തീർത്ത് വെച്ചാൽ വെറുതെ സമയം കളയാതെ ആ ജോലി അങ്ങ് തീരില്ലേ. ഇതിപ്പോൾ രാവിലെ വിളിച്ചെണ്ണീപ്പിക്കുന്ന സീനാകട്ടോ. എന്നും ഇങ്ങനെ ചില ദിവസം ഞാൻ കർട്ടനൊക്കെ നീക്കിയിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് പോകും. എന്നാലും ഞാൻ ചെന്ന് വിളിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അച്ചൂട്ട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നും വാരി കൊടുത്താണ് കേട്ടോ കഴിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേണ്ട, വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോവും. അപ്പോൾ ഇത് എന്നും വാരി കൊടുത്ത് തന്നെയാണ് നിർബന്ധിച്ച് കഴിപ്പിച്ച് വിടും.
എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴും. കഴിപ്പിച്ചൊക്കെ വിടും. ബീട്രൂട്ട് തോരൻ അരിഞ്ഞെടുക്കാം. ബീട്രൂട്ടാണ് കേട്ടോ, അതൊന്ന് അരിഞ്ഞെടുക്കാവേ. പരിപാടി ഇതാണ്. മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശ ജോലികളൊക്കെ തീർന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ചീര പാകിയിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചേ, ഈ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നിടത്ത്. അയ്യോ, ഇത് മീനല്ല. അപ്പോൾ മുറ്റത്തെങ്ങും സ്ഥലമില്ലാത്ത പോലെ ഞാനൊരു തണലിൽ പോയിരുന്നിട്ടാട്ടെ ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ പൂച്ച അതുവഴി വന്നാൽ ഞാൻ മീൻ കഴുകുകയാണെന്നും പറഞ്ഞു. അങ്ങനെ എന്തോ വിചാരിച്ച് വന്നതായിരിക്കും പൂച്ച ചമ്മിപ്പോയി. പൂച്ചയെ തെറ്റു പറയാൻ പറ്റത്തില്ലല്ലോ. ഈ പറമ്പിൽ എന്തിനാ ഈ വന്നിരിക്കുന്നതെന്ന് പൂച്ച വിചാരിച്ചായിരിക്കും. ഞാൻ തണൽ നോക്കി പോയതാ കേട്ടോ. അപ്പം തീരുമാനമൊക്കെ മാറ്റി കേട്ടോ. കാര്യം അവിടെ ആ മണ്ണിൽ അങ്ങോട്ട് നടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. വേറൊന്നുമല്ല, ചിലപ്പോൾ ഈ പട്ടിയൊക്കെ വന്നിട്ടേ, പട്ടിയായാലും പൂച്ചയായാലും ഇങ്ങനെ നനവൊക്കെ കാണുമ്പം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ലേ, അപ്പം ചിലപ്പം അതിലൊക്കെ കിടന്ന് ഉരുണ്ട് മൊത്തം നാശമാക്കി കളയും ചിലപ്പം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വീടിൻ്റെ അവിടെയും നടുന്നില്ല കേട്ടോ. കാര്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ സാധുവിനെയും ടീമിനെയൊക്കെ കൊണ്ട് കെട്ടുന്നതുകൊണ്ട്, അപ്പോൾ അവർ അതുവഴി അവിടെ ഫുള്ള് അവരല്ലേ, അവർ വിഹരിക്കുകയല്ലേ. അപ്പോൾ അത് ചവിട്ടി കളയും. പിന്നെ ചിന്നുവിനും ചാർലിയും തുറന്നു വിടുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ പറമ്പിൽ നടുന്നില്ല. എന്തായാലും അത് അങ്ങനെ നട്ടാൽ കിട്ടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്, അത് ശരിയാവത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുപ്പി, കുറേ പ്ലാസ്റ്റിക് കുപ്പി കിടന്ന്, ഈ മറ്റേ നമ്മളെ പ്ലാസ്റ്റിക് എടുക്കാൻ വരത്തില്ലേ, അവരെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കവറിലിട്ട് വെച്ചിരുന്ന കുപ്പിയാണ്. അത് പിന്നെ ഞാൻ പോയി അതിനകത്തു നിന്നൊക്കെ പെറുക്കി എടുത്തു. കുറച്ച് കുപ്പി കിട്ടി. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട്, മണ്ണും പിന്നെ ഇവിടെ എന്തോ ഇരിപ്പുണ്ട്, എന്തോ ഇങ്ങനെ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മറന്നുപോയി. മറ്റേ ഇതാണെന്ന് തോന്നുന്നു, എന്തോ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെ എന്തോ സാധനമാണ് കേട്ടോ. അയ്യോ എന്തോ ഞാൻ മറന്നുപോയി. അത് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് മണ്ണിലൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടേ, മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നടാമെന്ന് വിചാരിച്ചു. ചീര എന്തായാലും ഇപ്പം പറിച്ച് നടാറായി. ഒത്തിരി അങ്ങ് വലുതായൊന്നുമില്ല, എന്നാലും എന്തോ വളരാൻ ഒത്തിരി താമസം പോലെ. എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ ചീര ഒരു 7-ാം ദിവസമോ 8-ാം ദിവസമോ ഒക്കെ നമ്മൾ മാറ്റി നടുമല്ലോ. ഇതിപ്പം 10 ദിവസം കണ്ടായി, പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് വളരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച കൂടി നിന്നിട്ടായിരിക്കും ആ ഗ്രോത്ത് ഇല്ലാത്തതെന്ന്. അപ്പം ഒന്ന് മാറ്റി നട്ടു കൊടുക്കുമ്പം പെട്ടെന്ന് വളരുമല്ലോ. പിന്നെ ഒരു 25-30 ദിവസമൊക്കെ ആകുമ്പം നമ്മൾ ചീര മുറിച്ചെടുക്കുമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു കണക്ക്. ചാർലി ബഹളം വയ്ക്കുന്നുണ്ട്, റോഡിൽ കൂടെ വണ്ടി എന്തോ പോയതിന് കിടന്ന് ചുമ്മാ കിടന്ന് ബഹളം വെക്കുക. അപ്പോൾ അല്ലെങ്കിൽ പൂച്ച പോയി കാണും. അപ്പം ഞാൻ ആ കുപ്പിയൊക്കെ മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ കൊപ്ര ഉണങ്ങാൻ ഇട്ടിരിക്കുകയാണേ. ഇപ്പം വൈകിട്ട് ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചീര നടന്ന പരിപാടിയാണ്. നമ്മുടെ ചിപ്രുവിനെ, അതായത് പോത്തന്മാരിൽ ഒരാളെ കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ അത്. അതുകൊണ്ട് അവിടുത്തെ മണ്ണ് കോരി എടുക്കുകയാണ്. ചാണകപ്പൊടിയൊക്കെ ആയ സ്ഥലമാണല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കുകയാണ്. പിന്നെ ചീരയൊക്കെ നട്ടു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യം ഈ ചീര നടലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക. എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ.